ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. പതിവ് പോലെ തന്നെ ഭഗവാനോട് നന്ദിയും കടപ്പാടൊക്കെ അറിയിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാം. അങ്ങനെ നമ്മൾ നമ്മുടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആക്കിയിട്ട് പാട്ട് വെക്കാനാണ് കേട്ടോ നോക്കിയത്. മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് രാവിലെ തന്നെ മ്യൂസിക് വെക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും നമുക്കതൊരു ജോലിയായിട്ട് തോന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി നമ്മൾ നല്ല ആസ്വദിച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നമ്മുടെ ടെൻഷൻസ് ഒക്കെ മാറ്റാൻ ഈ മ്യൂസിക്കിന് കഴിവുണ്ട്. ഞാനിപ്പോ തമിഴ്, ഹിന്ദി, മലയാളം മെലഡി സോങ്സ് ഒക്കെയാണ് കേൾക്കാറ്. കുട്ടികളുള്ള സമയത്താണെങ്കിൽ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ കേൾക്കും. ഞങ്ങൾ ഡാൻസും കളിക്കാറുണ്ട്. ഇപ്പൊ കുട്ടികളില്ലല്ലോ, അപ്പൊ എനിക്കിങ്ങനെ നല്ല സ്ലോ ആയിട്ടുള്ള മെലഡി സോങ്സ് കേട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ കേട്ട് ചായയൊക്കെ വെച്ച് പ്രശാന്തന് ചായയൊക്കെ കൊടുത്തു. ഇനി അടുത്ത പരിപാടി ഇന്ന് ചിക്കൻ വെക്കാന്നാണ് വിചാരിച്ചേക്കണേ. കുറച്ച് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഇട്ടൊന്ന് വേവിച്ച് കുക്കറിൽ ഇടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാലേ ഇവിടെ വെന്തില്ല എന്നൊരു തോന്നല. അപ്പൊ കുക്കറിൽ ഒന്ന് ആവി കയറ്റിയിട്ടാണ് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പൊ ഞാൻ കുക്കറിൽ ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പുറത്ത് നമ്മുടെ അരിക്കല ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വെച്ചു. അപ്പൊ പാത്രങ്ങൾ കഴുകി വെച്ചില്ലെങ്കിൽ സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി. അതുകൊണ്ട് ഞാൻ ചെയ്യണ കാര്യത്തിന്റെ ഇടയിൽ കൂടെ ആ പാത്രങ്ങൾ അപ്പാപ്പ കഴുകി വെക്കും. പിന്നെ എല്ലാവരും കഴിക്കുന്ന പാത്രങ്ങൾ അവരവരും കഴുകി വെക്കും. അപ്പൊ അങ്ങനെ ഓവർലോഡായിട്ട് പാത്രങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ എനിക്കുള്ള ഒരു ശീലാണ്, ഏത് സമയവും ഈ നാനോ വെയിറ്റ് കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ തുടക്കല്. അത് കൗണ്ടർ ടോപ്പിൽ മാത്രമല്ല നാനോ വെയിറ്റ് ഇട്ടേക്കണേ, നമ്മുടെ ഡൈനിങ് ടേബിളും നാനോ വെയിറ്റ് ഇട്ടേക്കണേ. അതും എന്തെങ്കിലും വെള്ളമോ പാടോ കണ്ടു കഴിഞ്ഞാൽ ഏത് സമയവും ഞാൻ തുടച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ചോദിക്കും എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് തുടച്ചാൽ പോരെയെന്ന്. പക്ഷെ എനിക്കിങ്ങനെ ഇപ്പൊ ഈ പ്ലേറ്റ് വെച്ചേക്കണോടത്ത് ആ പ്ലേറ്റ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ അവിടെ തുടയ്ക്കണം, പാത്രം കഴുകി കഴിയുമ്പോൾ അവിടെ വെള്ളമായി ഉണ്ടെങ്കിൽ അവിടെ തുടയ്ക്കണം. അങ്ങനെ തുടച്ചു പോകണം. അത് അങ്ങനെ ചെയ്ത് ശീലായി. അങ്ങനെ നമ്മൾ ചിക്കനിലേക്കുള്ള സവാളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കുനുകുന അരിയാണ് കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ പാട്ടിന് സ്റ്റെപ്പൊക്കെ വെക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എനിക്ക് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യണേക്കാളും സ്പീഡ് കിട്ടണതേ വിരലും അരിയുമ്പോഴാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിരലും അരിയണത്. സാധാരണ എനിക്ക് ചീഞ്ചട്ടിയിലൊക്കെ വെച്ചാലാണ് ചിക്കൻ വെക്കണത് ഇഷ്ടം. പക്ഷെ ഇന്ന് വളരെ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ചീൻചട്ടി ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങോട്ട് വാട്ടിയിട്ടാ. പിന്നെ സബോളയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് തക്കാളി എരിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്തേട്ടാ. സബോള പെട്ടെന്ന് വാടാനായിട്ട് ഒരു പൊട്ട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടാ, വേഗം വാടിക്കിട്ടും. അങ്ങനെ വേഗം തക്കാളിയൊക്കെ എടുത്ത് തക്കാളി വേഗം അരിഞ്ഞ് അത് ഇട്ടിട്ട് വാട്ടാൻ വെച്ചു കൂട്ടാ. നമ്മുടെ വീട് കിഴക്കോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കണേ. അപ്പൊ സൂര്യൻ ഉദിക്കുമ്പോ വെയിൽ ആ ജനലിലേക്കൂടെ വരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവിക്കുള്ള തക്കാളിയും സബോളയൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചു. അതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കുക്കറിൽ നിന്ന് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിന്റെ വെള്ളം ഒന്ന് വെറ്റിക്കണം. ഇവിടെ വല്ലാണ്ട് ഗ്രേവി ഉള്ളത് ഇഷ്ടമല്ല, ഒരു കുഴമ്പ് പരുവത്തിലുള്ളതാ ഇഷ്ടം. അതിനിടയിൽ പാട്ടൊക്കെ പാടി എന്റെ പ്രശാന്തായിട്ട് എന്നെ ഒന്ന് സ്നേഹിക്കാൻ വന്നതാട്ടോ. വീഡിയോ എടുക്കണത് ആള് കണ്ടില്ല, വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആള് ഓടിട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോ അതിൽ ഉപ്പൊക്കെ ഇല്ലെന്ന് നോക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപയോഗം കഴിഞ്ഞ ടിന്നുകളെല്ലാം നമ്മൾ അതാത് സ്ഥാനത്ത് തിരിച്ച് വെച്ചു കേട്ടോ. പ്രശാന്തായിട്ടും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ചോറുണ്ടിട്ടാണ് കേട്ടോ ആള് പുറത്തേക്ക് പോണേ. ആളുടെ ഫേവറേറ്റ് ഫുഡ് ചോറാണ് കേട്ടോ. ഞാനപ്പോ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചായ ഒക്കെ എടുത്ത് പ്രശാന്തന്റെ അടുത്ത് ചെന്നിരുന്ന് കുടിച്ചു കേട്ടോ. ഞങ്ങള് ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാ ചെടികളെ കുറിച്ചൊക്കെയാണ്. ഇനി മഴക്കാലാണല്ലോ വരുന്നത്, അപ്പൊ ഒരു പ്രീ പ്ലാനിങ് ആണ് കേട്ടോ നടത്തണേ. അതായത് ഞാൻ പറയാണ്, ഇങ്ങനെ സ്നേക്ക് പ്ലാന്റ് പോലെ അധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടികള് പുറത്തിരിക്കണോ കോട്ടിയാടിൽ ഇരിക്കണൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് വെള്ളം വീഴാത്ത രീതിയിലേക്ക് മാറ്റി വെക്കണം. പിന്നെ ഇപ്പൊ ഈ മണി പ്ലാന്റ് പോത്തോസ് പോലെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറി പോണതും വെള്ളം നന്നായി ആവശ്യമുള്ള കുറച്ച് ചെടികളുണ്ട്. അങ്ങനത്തെ ചെടികളുടെ കട്ടിങ്സ് ഒക്കെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കയറ്റി വിട്ട് വലിയ ഇലയാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ ചെറിയ ചെറിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചർച്ച ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രശാന്തേട്ടൻ പതിവ് പോലെ വർക്ക് സൈറ്റുകളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പ്രശാന്തേട്ടനെ യാത്രയാക്കി കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ കയറി. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളുണ്ട്, അതൊക്കെ തീർക്കാനുള്ള പരിപാടിയിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ബെഡ്ഷീറ്റുകളെല്ലാം മാറ്റാറുണ്ട്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി 2 റൂമിലത്തെ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റണില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ അവിടെ ആരും ഇപ്പൊ കിടക്കണില്ലല്ലോ. മക്കള് എന്റെ വീട്ടിലേക്ക് പോയേക്കാണ്. കുട്ടികളില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർ ഇത്ര നാളൊന്നും അങ്ങനെ അടുപ്പിച്ച് നിക്കാറില്ല പോട്ടയില്. ഇപ്പൊ നീന്തൽ ക്ലാസ്സും ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം അടുപ്പിച്ച് അവിടെ നിക്കണേ. എനിക്ക് അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ പ്രശാന്തേട്ടൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും, കുട്ടികളെയൊക്കെ കൊണ്ട് പുറത്തേക്ക് പോകും, അതൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പൊ നീന്തൽ ക്ലാസ് ഫുൾ ആവുകൊണ്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാൻ അതൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. ഇനി കുറച്ച് മാങ്ങ പൊട്ടിക്കാന്ന് വിചാരിക്കണേ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ
തോട്ടിലുള്ള മൂവാണ്ടൻ മാവുമെന്നേ എല്ലാ മാങ്ങയും പഴുത്ത് വീണ് പോവാ. കുറച്ചു നാള് മുമ്പേ ഈ തോട്ടി പണി കഴിച്ച് കിട്ടിയിരുന്നെങ്കിൽ കുറെയൊക്കെ എടുത്ത് ഞാൻ അച്ചാറിലോ ഉപ്പിലൊക്കെ ഇട്ട് തീർത്താനെ. ഇപ്പൊ എല്ലാം പഴുത്തു തുടങ്ങി. അപ്പൊ എന്നും വീണിട്ട് ആ പേൾ ഗ്രാസിൽ കിടന്നിട്ട് പേൾ ഗ്രാസ് ചീഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് എന്നും അത് പറക്കി കളയല എന്റെ പരിപാടി. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ തോട്ടി ശരിയാക്കി കിട്ടിയ കാരണം കൊണ്ട് എന്നും കുറേശ്ശെ പൊട്ടിച്ചു വെക്കും. കുറച്ചൊക്കെ പ്രശാന്തായിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ വരും. അപ്പൊ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു വിടും. അല്ലാതെ ഇപ്പൊ ഈ ഉണ്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഉള്ളതിൽ കൂടുതലുള്ളത് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക ചെയ്യുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗേറ്റ് ഒക്കെ അടച്ച് ഞാൻ ഉള്ളിലേക്ക് കയറി പോന്നു കേട്ടോ. അപ്പേക്കും മീന് തീറ്റ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അവരെന്നെ കാണുമ്പോൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്ലാന്റഡ് അക്വേറിയത്തിലെ മീനുകൾക്കും പൂൾ സൈഡിലുള്ള ഫൈറ്ററുകൾക്കും ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും റോബിക്കുട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട്. റോബിക്ക് ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റോബിക്കുട്ടൻ ആ ടൈം ആവുമ്പോ ഇറങ്ങി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തോളും. ആള് ഫ്ലോർ ക്ലീനിങ്ങും തുടങ്ങി. ഞാൻ എന്റേതായ ക്ലീനിങ്ങും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ റോബോട്ട് വാക്യൂം ക്ലീനറിന്റെ കുറച്ച് ഡൗട്ടുകൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയില് റോബോട്ട് വാക്യൂം ക്ലീനർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിന്റെ ഉള്ളിലത്തെ പൊടി നീക്കം ചെയ്യണത്, ആളെങ്ങനെയാണ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ നമ്മുടെ കിച്ചന്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിന്റെ ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ കുറച്ച് സ്റ്റോറേജ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അച്ചാറ്, പുളിയിഞ്ചി, കൊണ്ടാട്ടം, അതുപോലെ ഉപ്പിലിട്ട സംഭവങ്ങൾ, പിന്നെ ടിഷ്യൂ. അപ്പൊ അതൊക്കെ തീർന്നത് റീഫിൽ ചെയ്ത് വെക്കലും കൂടി ചെയ്യാറുണ്ട് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ. ഇനി നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യാനുള്ള കുറച്ച് പരിപാടികൾ ഉണ്ട് കേട്ടോ. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യല്, ഫോണിലെടുത്ത വീഡിയോസ് കുറച്ച് ടാബിലേക്ക് പകർത്താനുണ്ട്, കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഞാനിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരത്തെ കൂട്ടി എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഓരോ ദിവസത്തേക്കുള്ള വീഡിയോ ഒക്കെ റെഡിയാക്കിയൊക്കെ വെക്കും. എന്താന്ന് വെച്ചാൽ എല്ലാം ആ ടൈമിലേക്ക് വെച്ച് കഴിഞ്ഞാലേ ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആകെ താളം തെറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഈ കോട്ടിയാടിലത്തെ സ്ട്രോബെറി പേരയുടെ കുറെ പണ്ടത്തെ കൊമ്പുകൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പൊട്ടിച്ചു മാറ്റി അത് കൊണ്ട് കളയാനായിട്ട് ഇതിലേ വന്നപ്പോഴാണ് ഈ മരം ഞാൻ വിചാരിച്ച ഒരു പ്ലാനിങ് അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊമ്പ് വന്ന് ഇങ്ങനെ ഒരു ഭയങ്കര പന്തലിച്ച് നിൽക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന് ആവശ്യമില്ലാതെ അതിന്റെ ഷേപ്പ് നശിപ്പിക്കുന്ന കുറച്ച് കൊമ്പുകളുണ്ട്, അതൊക്കെ അതുമെന്ന് നീക്കം ചെയ്തു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയ മരത്തിന്റെ ലുക്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്ത് നമ്മുടെ കോട്ടിയാടിൽ വന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് സെൽഫ് ലവിന്റെ ആളാണ് കേട്ടോ. എനിക്ക് സന്തോഷം കിട്ടുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതിനായിട്ട് വേറൊരാൾ വന്ന് എന്നെ കെയർ ചെയ്യും സന്തോഷിപ്പിക്കുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കാറില്ല. ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് ഹാപ്പി ആവാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒരു ചെടിയും ഒരു പൂവിടെ ഒരു മുട്ടയുടെ ഒക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ തന്നെ സ്നേഹിച്ച് സന്തോഷമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെയൊക്കെ നമുക്ക് നല്ലോണം സ്നേഹിച്ച് ഹാപ്പി ആക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ സ്നേഹം ഉള്ളിലുണ്ട് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ആരോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അങ്ങോട്ട് പ്രകടിപ്പിക്കണം. ഞാൻ സംസാരിച്ച് വേറെ ഏതൊക്കെയോ ടോപ്പിക്കുകളിലൂടെ പോയിട്ടാ. അതിന്റെ ഇടയിൽ പ്രശാന്തേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് ഫാമിലി ലിവിങ്ങിൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ ഉച്ച തിരിഞ്ഞ് ഞാൻ എല്ലാ ചെടികൾക്കും ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ടിലത്തെ നനയ്ക്ക് കഴിഞ്ഞ് ബാക്കിലേക്ക് പോയി ബാക്കിലും നനച്ചു. വൈകിട്ട് തുടരും മൂവിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ സിനിമ കാണാൻ പോയിട്ടോ. അതിൽ കണ്ടൊരു പരസ്യമാണിത്. ഒരുപാട് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന നല്ല മ്യൂസിക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു പരസ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ തുടരും മൂവി ആണെങ്കിലും വളരെ നല്ലൊരു മൂവിയാണ് കേട്ടോ. ടിക്കറ്റ് ഒക്കെ കിട്ടാത്തൊരു പ്രയാസമായിരുന്നു. പക്ഷെ നല്ല മൂവിയാണ്. ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാൻ. അതുപോലെ തന്നെ അടിപൊളി മൂവിയാണ്. കാണാത്തവര് ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. അപ്പൊ ഇനി നമുക്ക് ഇതിലും നല്ല അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.